ഈ എൻഗേജ്മെന്റ് വേണ്ടെന്നുള്ള അമ്മയുടെ ഐഡിയ സൂപ്പർ ആയിരുന്നു കേട്ടോ. ദേ ഞങ്ങൾ ശരിക്കും കിട്ടുന്ന ആൾക്കാരെ അറിയിക്കാൻ കല്യാണത്തിന് അതേ സെറ്റപ്പിലൊരു പരിപാടി. ടോട്ടൽ വേസ്റ്റ് ഓഫ് മണി ആൻഡ് ടൈം. പിന്നല്ലാതെ ആ പൈസ വെച്ച് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം? എക്സാക്ട്ലി. സോ ആ പൈസ കൊണ്ട് എനിക്കെന്താ ചെയ്യാൻ പോണേ? എനിക്ക് സ്ത്രീധനം. പിന്നെ സ്ത്രീധനം തൻ്റെ പേരിൽ FD തനിക്കെടുക്കാം, അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് ജീവിക്കണ്ടേ? മദ്രാസ് അത്യാവശ്യം എക്സ്പെൻസീവോ. അത് ടെൻഷൻ അടിക്കണ്ട, നമ്മൾ അടുത്ത മാസം മദ്രാസ് വിടും. എബി പറഞ്ഞത് നാട്ടിൽ തന്നെ സെറ്റിൽ ചെയ്യാന്നാ. കാക്കനാട് അവർക്കൊരു ഫ്ലാറ്റ് ഉണ്ടേ. മമ്മി ഭയങ്കര സെൻസിബിളാ. എന്നോട് പറയാണ് നമുക്കൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിന്നാ പോരേന്ന്. നല്ലതല്ലേ? ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് ശരിയല്ലല്ലോ. അവിടെ ഒരു സർപ്രൈസ്. ആ സെയിം അപ്പാർട്ട്മെന്റിൽ നമ്മുടെ പേരിൽ ഒരു 2 BHK ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഫുൾ എൻ്റെ പൈസ. അമ്മ അവിടെ നിൽക്കും. പക്ഷെ എനിക്ക് ഇവിടെ ക്ലാസ്സില്ല. എനിക്ക് അത് വലിയ കോളേജൊന്നും അല്ലല്ലോ. ഫ്രഞ്ച് നാട്ടിലും പഠിപ്പിക്കാം. അമ്മയ്ക്കൊരു കാറും വാങ്ങാം, അടിപൊളിയായിരിക്കും. അത് നമുക്ക് ആലോചിക്കാം. എന്തായാലും നിങ്ങളുടെ പ്ലാൻസ് ഒന്നും മാറ്റണ്ട. ഫ്ലാറ്റ് ഒരു അസറ്റാണ്. എൻ്റെ കാര്യം ഞാൻ പറയാം. തൽക്കാലം മദ്രാസ് വിടാൻ പറ്റില്ല. അമ്മ, അമ്മയും ആ മേജറും തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ തമ്മിൽ? ആരതൊക്കെ പറയുന്നത്? ഫ്ലാറ്റിൽ പൊതുവേ ഒരു റൂമറുണ്ട്. മാമിയും പറഞ്ഞു. ഒന്ന് പോയെനിക്ക് അങ്ങനെയൊന്നുമില്ല. ആൾക്കാർക്ക് വേറെ ജോലിയില്ലേ? ഇനി വിഷയമില്ല. ഗോസിപ്പുകാരോട് പോകാൻ പറ. അതെ, അങ്ങനെ ഒന്നുമില്ലാന്ന് പറയാൻ പറ്റില്ല കേട്ടോ. പ്രേമമുലകിൽ തെറ്റല്ല. கை வைக்காதடா, நசிரியா. சாரி நசிரியம்மா. ஏன் சார் இந்த பக்கம் கிரீன் கலர் அடிச்சிருக்கு? என்ன பண்ணிட்டு இருக்க? പനിക്കൂർക്ക, തമിഴിൽ എന്താ പറയാ? கற்பூரவல்லி. யாருக்கு ஏதாவது கஷாயம் போட போறியா என்ன? ജ്വരം. யாருக்கு ஜுரம்? നിക്കിക്ക്. குழந்தை நேத்தி கூட நல்லா தானே இருந்தா. இதோ வரேன்னா. கடவுளே தெரியவே இல்ல. ஆஹா, இது என்ன மம்மி? பெரிய ஆர்டிஸ்ட் பெயிண்ட் அடிக்க பிரஷ் வேணுமா? இந்தாங்க ஒண்ணா. சரி, நீ வேகம் வா. என்ன குக்கர் அம்மாவும் பையனும் நம்ம ஃப்ளாட்டுக்கு வரா? என்ன விஷயம்? சார் மேஜர் அடிச்சான்னு சொன்னேன்ல, அது இந்த பையன். சார், நீங்க கொஞ்சம் கூட வரீங்களா? மேஜர் சாரை பார்த்து பேசுறதுக்கு தான். சரி. வேண்டாம்னா பொல்லு போயிடும். அது அவரை பார்த்து நான் பேசினதே கிடையாது. அதுவும் இல்லாமல் அவருக்கு முன்கோபம் ஜாஸ்தி கேள்விப்பட்டிருக்கேன். எனக்கு வேற பிபி. அதோ அதோ அந்த பையன், அவனை வேணா கூட்டின்னு போங்களேன், கரெக்டாக இருப்பான். എന്താ கொடுங்க. യൂണിഫോം ആദ്യം തന്നെ. சரிங்க. ഇത് உங்களுக்கு ഒരു ഗിഫ്റ്റ്. മോനെ, നീ ഒന്ന് ഇവന്റെ കൂടെ പോവോ? മേജറിനെ കണ്ട് ഇവന്റെ പേരുള്ള കേസ് ഒന്ന് വാപ്പസ് വാങ്ങാൻ പറയാനാ. മേജർ പുള്ളിയുടെ വീട്ടിലോട്ടോ? അയ്യോ ഞാനല്ല, അത് ശരി. തമ്പി കൊഞ്ചം ഹെൽപ്പ് പണ്ണുപ്പാ. നിങ്ങൾ രാത്രി അല്ലേ പോയി? ഫേസ് കണ്ടാണോ? കണ്ടിട്ടില്ല. അപ്പൊ കുഴപ്പമില്ല. പക്ഷെ താഴെ വന്ന് കിടക്കുന്ന ഒരു പഞ്ചിലല്ല കടിച്ചു. ചിലപ്പോൾ ഒരു അടി കിട്ടിയേക്കാം. വാങ്ങാൻ റെഡിയാണോ? ഒരു പല്ല് വെപ്പാ. പല്ലൊക്കെ വീണ്ടും വെക്കാം. ഇതെന്താപ്പാ? വാടാ. കോളിംഗ് ബെൽ മറന്നു. എന്താ ഇത് തരാമെന്ന്? ചായ വേണം? ആ വാ, ആ ഡോർ അടച്ചേക്ക്. ഓ നിക്കി, ആവി പിടിക്കാനുള്ള വെള്ളം കിച്ചണിൽ വെച്ചിട്ടുണ്ട്.
ഹായ് മോളെ. ഹായ് മമ്മി. ഫോണിൽ കണ്ണനെക്കാട്ട് നല്ല ഗ്ലാമർ ഉണ്ടല്ലേ? ഫ്ലൈറ്റ് ടിക്കറ്റ് ചീപ്പ് ആയതുകൊണ്ട് കൂടെ പോന്നാ. അല്പത്തരം പറയാതറ. മോക്ക് പനിയുണ്ടോ? ചൂടുണ്ടല്ലോ. അതെ, പല്ലുവേനല്ല കേട്ടോ. MDS എടുക്കുന്നവർക്ക് മെഡിസിൻ മേടിക്കാതെ പറ്റുമോ? അവന്റെ വിചാരമേ പല്ല് പറിച്ചെടുക്കുന്ന മാത്രമാണ് ഡെന്റിസ്റ്റിന്റെ ജോലി എന്നാ. നല്ലോണം തുറക്കുമ്പോളെ. തട്ടിക്കളണോ? കാണിച്ചാ പോരെ. സാറേ കളി കഴിഞ്ഞു ടച്ച് വിട്ടു പോയി സാറേ, ഒരുപാട് നാളെ കളിച്ചിട്ട്. ഹലോ, ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അല്ല ഡോക്ടർ, എന്നും മേജർ എന്നെ കാണാൻ അങ്ങോട്ടല്ലേ വരാറ്. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരാന്ന് വിചാരിച്ചു. നിലവിളക്ക് ഇപ്പൊ കുത്തുവിളക്കായന. താങ്ക് യു മോനെ. എവിടെ കൊച്ചിന്റെ വീട്? കഴിഞ്ഞ താൻ പെട്ടെന്ന് റെഡിയായി. എന്തിന്? ഡോക്ടറുടെ മലയാളി സമാജത്തിന്റെ വാർഷികമാണ്. താൻ മസ്റ്റായിട്ട് വരണം എന്നാ പറഞ്ഞിരിക്കുന്നു. തന്റെ മുണ്ടുണ്ടോ? എന്റെ അടുത്ത് മുണ്ടൊന്നുമില്ല. മുണ്ടില്ല, പാൻ്റ് ആയാലും മതി. മേജർ എന്തായാലും വരണം. ട്രീറ്റ്മെന്റിന്റെ ഭാഗമാണ്, മനസ്സിലായോ? ഷുഗർ ട്രീറ്റ്മെന്റിന്റെ. ഞാൻ ഡയബറ്റീഷ്യനാ മോനെ. അയ്യോ, ഇതെവിടുന്ന് കിട്ടി? ഞാനത് സാറിനൊരു ഗിഫ്റ്റ് ആയിട്ടുണ്ടോ? കൊള്ളാലോ. എനിക്ക് ഈ വിളക്ക് വേണം. നിങ്ങൾ എനിക്ക് ഈ വിളക്ക് തരണം. ഞാനിത് അങ്ങോട്ട് എടുക്കുക. വാ 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 വാ. എടുത്തോളൂ സാർ, ഞാൻ വേറെ കൊണ്ടുവരാം. ഹലോ, എങ്ങനെയുണ്ട് ഇപ്പൊ? കുറവുണ്ട്. അപ്പൊ പല്ല് ഡോക്ടറെ മരുന്ന് വർക്കൗട്ട് ആയില്ലേ? മൂപ്പരെന്തെടുക്കാം? അടുത്ത് കിടന്ന് ഉറങ്ങാം. ബെസ്റ്റ് ആളെയാ ബൈ സ്റ്റാൻഡറാക്കി പോകുന്നത്. എടോ, ഞാനേ ഒരു വെൻട്രൻ്റെ അവിടെയാ. 1 hour എടുക്കും. കുഴപ്പമുണ്ടോ? ഏയ്, നോ ഇഷ്യൂസ്. ശരി, എന്നാൽ എനിക്ക് കിടന്നോ, ഞാൻ വിളിക്കാം. ശരി, ടേക്ക് കെയർ. അവൻ വരാൻ ലേറ്റ് ആവും മോളെ. 1 hour എടുക്കും മമ്മി. നിനക്ക് തലവേദന ഉണ്ടോ? കുറച്ച്. കുറച്ചുകൂടെ വിക്സ് ചോദിച്ചേരും. കണ്ണടച്ച് കിടന്നോ കേട്ടോ. മേജർ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയോ? ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റ് കൊടുമുടി ഒറ്റയ്ക്ക് ചാടിക്കയറിയ ഒറ്റപ്പാലക്കാരനാണ് മേജർ ഉണ്ണികൃഷ്ണൻ. ചെല്ലുണ്ണീഷ, താൻ ഇന്ത്യനാർമി നാറ്റിക്കല്ലേ? കാലിൽ ഫ്രാക്ചറായ ചരിത്രം വരെ. മേജർ നമ്മുടെ വിശിഷ്ടാതിഥിക്കുള്ള മൊമെന്റോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഡോക്ടർ ബോസ് ക്ലിനിക്, അതായത് എന്റെ ക്ലിനിക്. എനിക്ക് കൊടുത്തു പേടിക്കണ്ട, ഭാവ. എല്ലാവരും കഴിച്ചേ, എല്ലാവരും കഴിച്ചേ. കൊടുത്തു മോളെ. പിടിച്ചു നിൽക്കണം. ஏதோ நான் டயட்ல இருக்கிறனால இது உங்களுக்கு கிடைக்குது. ஹியா மேம், டென்ஷன் ஆகாதீங்க. இப்போ எங்கள் அம்மா என்கிட்ட இந்த மாதிரி ஏதாவது சொல்லியிருந்தாங்க, நான் செம்ம எக்ஸைட்டாக இருந்திருப்பேன். ஜஸ்ட் ஒரு லவ் தானே, இட்ஸ் ரியலி ക്യൂട്ട്. സോഫ്റ്റായിട്ട് ഞാൻ തന്നെ പറഞ്ഞേനെ. ഇപ്പോൾ നിക്കിങ്ങനെ പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ലെന്ന് പുറത്തേക്ക് വന്ന്. പിന്നെ എനിക്ക് തോന്നി നിക്കിയോട് നുണ പറയാൻ പാടില്ല എന്ന്. അങ്ങനെ കയ്യത്ത് പോയതാ. കൂടെ ഒരു പനി, വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. கொஞ்சம் டைம் கொடுத்து பாருங்க, புரிஞ்சுப்பாங்க. அப்புறம் மேஜர் என்ன சொல்றாரு? അയാൾക്ക് ഇതിനെപ്പറ്റി അറിയുമെന്ന് പോലെ എനിക്ക് അറിഞ്ഞൂടാ. വൺ വേയാ? ആവോ ആവോവാ? അങ്ങനെ ആരോടും ചിരിക്കാത്ത ആളാ. പക്ഷെ എന്നെ കണ്ട ചിരിക്കും. എന്നാ പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാൻ വെച്ചു. அப்போ இது 2 சைடு தான். ஸ்வீட் எடு, கொண்டாடு. KFC, jump 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 KFC jump da. അയ്യ, എന്തൊരനുസരണ. പേടിക്കണ്ട ആന്റി, KFCയാ. അമ്മയുണ്ടല്ലോ ഇനി. ചേച്ചി വന്നത് വലിയ കാര്യമായിട്ടോ. ഞാൻ ഉപ്പും ഉണ്ടാക്കി കൊടുത്തു, കഴിക്കുന്നില്ലെന്നേ. തന്നെ വിളിച്ച് കിട്ടാത്തോണ്ടേ ഞാൻ ചേച്ചിയോട് വന്ന് നോക്കാൻ പറഞ്ഞു.
ഞാൻ പ്രവീൺ ഡോക്ടറെ വിളിച്ചിരുന്നു. തൊണ്ടവേദന ഉള്ളതുകൊണ്ട് ആൻറ്റിബയോട്ടിക്സ് തുടങ്ങിക്കോളാൻ പറഞ്ഞു. ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ കാലത്ത് കഴിച്ചു. ഡോക്ടറെ വിളിച്ചോ താൻ? രാവിലെ എബിയും മമ്മിയും വന്നിരുന്നു. അവർ വാങ്ങി തന്നു. വൈകിട്ട് വരെ അവർ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കിപ്പോൾ ബെറ്ററാണ്. സ്കൂള് വിട്ട സമയം ആയതുകൊണ്ടേ ഞാൻ അവനെ കൊണ്ട് വന്നതാ. വലിയ സഹായമായി ചേച്ചി വന്നത്. ആ താൻ കഴിക്കൂ. ആൻറ്റി ഉണ്ടാക്കിയതല്ലേ. എനിക്കിപ്പോൾ വേണ്ട. ഉണ്ടാക്കി വെച്ച ഭക്ഷണം വേണ്ടാന്ന് പറയുന്നു. പിടിപെടാ, ഉപ്പുമാവ് കോഴിക്ക് കൊടുക്കുന്നു. കഴിക്കാൻ വിളച്ചില്ലാതെ എടുക്കരുത് കേട്ടോ. വലിയൊരു കൊമ്പി വന്നിരിക്കുന്നു. എബി ചെന്നൈ മെട്രോയിൽ ആദ്യമായിട്ടാണോ? അതെ. ഓ, എയർപോർട്ടിലേക്ക് പോകാനേ ക്യാബ് എടുക്കാൻ എനിക്ക് സമ്മതിച്ചില്ല. വെറുതെ 500 രൂപ കളയണ്ടെന്ന് പറഞ്ഞിട്ട്. ഇവള് കുറെ സമ്പാദിച്ചു കൂട്ടൂലോ. അതെ, സ്റ്റേഷനെത്തി. അപ്പോൾ ഓക്കെ, അപ്പം നടക്കാം. ശരി. ആ ശരി. ശരി. ഹലോ. ആ നീ ഷുവറാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. ബൈ. രാവിലെ ഓക്കെ. ഇതുവരെ കിസ് ചെയ്യില്ലാന്നല്ലേ പറഞ്ഞേ? ഇതൊരു മൊമെൻ്റാണെന്ന് തോന്നുന്നു. ക്യാമറ അവിടെ നിന്ന് അങ്ങോട്ടേക്കാ. സോ സേഫാ. സോ ഫസ്റ്റ് കിസ്. എബി എൻ്റെ അമ്മ ചിലപ്പോൾ ഒന്നുകൂടി കല്യാണം കഴിച്ചേക്കും. നിക്കടെ അച്ഛൻ എവിടെയാ? കാനഡയിൽ സെറ്റിൽഡ് ആണ്. ഭാര്യയും മക്കളൊക്കെ ഉണ്ട്. കാണാറുണ്ടോ? അത് പണ്ടേ ക്ലോസ് ചെയ്താ. പിന്നെ എനിക്ക് ആളെ മിസ് ചെയ്തിട്ടില്ല. അമ്മ നല്ല എഫിഷ്യൻ്റ് ആയിരുന്നു. അതുകൊണ്ട് മിസ് ചെയ്യാൻ സമ്മതിച്ചില്ല. എനിക്ക് ആവശ്യമുള്ളത് അമ്മ തന്നിട്ടുണ്ട്. സ്ട്രോങ് ക്യാരക്ടറാണ്. കുറച്ച് റൊമാൻറ്റിക് ആണെന്നുള്ളൂ. അതെനിക്ക് മനസ്സിലായി.